ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ചെമ്പനീർ പൂവ് സീരിയലും സച്ചിയും രേവതിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അങ്ങനെ ഒരു ദിവസം രാത്രി വർഷയുടെ വീട്ടുകാരെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് വീട് കയറി ആക്രമിക്കുകയാണ്. അവരുടെ അടി കൊണ്ട് വർഷയുടെ ഡാഡിയും മമ്മിയും ഒക്കെ കയ്യും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ തളർന്ന് കിടക്കുകയാണ്. കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് അവർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവരെ ഈ അവസ്ഥയിലാക്കിയവരെ കുറിച്ച് വർഷ തന്റെ ഡാഡിയോട് ചോദിച്ചപ്പോൾ വേദന കടിച്ചമർത്തിക്കൊണ്ട് മധുസൂദനൻ പറയാ, മോളെ, ഗുണ്ടകൾ പേറുന്നതിന് മുമ്പ് ഞാൻ അവരോട് ചോദിച്ചിരുന്നു ആരാണ് ഇതിന് പിന്നിലെന്ന്. അവര് പറഞ്ഞതേ സച്ചിയുടെ പേരാണ്. അവനെ വെറുതെ വിടരുത്, ഇതിന് പിന്നിൽ അവൻ തന്നെ. വർഷയ്ക്കാണെങ്കിലും മധുസൂദന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടാവുന്നുണ്ട്. അച്ഛനെയും അമ്മയും ഈ അവസ്ഥയിലാക്കി അവനെ വെറുതെ വിടലെന്ന് വർഷയും മനസ്സിൽ ഉറപ്പിക്കുകയാണ് കേട്ടോ. ശ്രീകാന്തിന്റെ സഹോദരനാണെന്നുള്ള ഒരു പരിഗണന പോലും ഇനി സച്ചിക്ക് കൊടുക്കില്ലെന്നും സച്ചിക്കെതിരെ താൻ പരാതി കൊടുക്കുകയാണെന്നും വർഷ അച്ഛനോട് പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ വർഷ സച്ചിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സച്ചിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലുമാക്കി. അതേസമയം നമ്മുടെ രേവതി ആണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ദേഷ്യത്തോടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. നേരെ ശ്രുതിയുടെ റൂമിലോട്ടാണ് രേവതി ചെല്ലുന്നത്. ശ്രുതിയുടെ മുറിയിലേക്ക് പോയി ശ്രുതിയുടെ മുറിയുടെ വാതിലിൽ ഇങ്ങനെ തട്ടുമ്പോൾ രവീന്ദ്രനും ചന്ദ്രയും വർഷയും ശ്രീകാന്തും ആ ശബ്ദം കേട്ട് ആകാംക്ഷയോടെ ഹോളിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അകത്തു നിന്നും ഡോർ തുറന്ന് എത്തിയപ്പോ ചന്ദ്ര കിടന്ന് ബഹളം വെക്കുകയാണ് രേവതിയോട്. എടി രേവതി, എന്താടി ഇപ്പോ, എന്തിനാ നീ നടുമുറ്റത്ത് നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നേ? അങ്ങനെ ചന്ദ്ര ദേഷ്യത്തില് രേവതിയോട് ചോദിക്കുമ്പോൾ അതിന് രേവതി മറുപടിയായിട്ട് ഒന്നും പറയാതെ ശ്രുതിയെ തന്നെ ദേഷ്യത്തിൽ നോക്കുകയാണ്. എന്നിട്ട് രവീന്ദ്രനാണ് പിന്നീട് രേവതിയോട് വന്ന് ചോദിക്കുന്നത്, എന്താ മോളെ, എന്തു പറ്റിയെന്ന്. ശ്രുതിയും ഒക്കെ വന്ന് രേവതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. രേവതി, നീ എന്താ കുറച്ചുപോലും മര്യാദയില്ലാതെ മറ്റുള്ളവരുടെ റൂമിൽ കിടന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതും രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയെ അടിക്കാനുള്ള ദേഷ്യമാണെന്ന് തോന്നുന്നത്. അച്ഛാ, സച്ചിയേട്ടൻ ഇപ്പൊ ജയിലിലല്ലേ? സച്ചിയേട്ടന് ജാമ്യം കിട്ടിയിട്ടില്ല. അതിനെന്താ കാരണമെന്നറിയൂ? രേവതിയുടെ ഈ ചോദ്യം കേട്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. അവനെന്താ ജയിലിലാണോ? അവന്റെ ഗുണ്ടായുസം കൊണ്ടായിരിക്കും അവൻ ജയിലിലായത്. അതിനിപ്പോ എന്താ സംഭവിച്ചത്? ചന്ദ്രയുടെ ഈ വാക്കുകൾ കേൾക്കുന്നതും രേവതി അത് കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. വർഷയുടെ വീട്ടുകാരെ തല്ലിയത് കൊണ്ടാണ് സച്ചിയേട്ടനെ പോലീസ് കൊണ്ടുപോയത്. പക്ഷെ ആ കേസിൽ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടില്ല. വർഷയുടെ വീട്ടുകാരെ അടിച്ചത് വേറെ ഏതോ ഗുണ്ടകളാണ്. രേവതി സച്ചിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട്. എന്നാൽ ഇതറിഞ്ഞിട്ടും ചന്ദ്രമതി രേവതിയോട് ചൂടാവുകയാണ്. അതൊക്കെ നീ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത്? അതൊക്കെ നീ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം. ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. നീ സ്റ്റേഷനിലേക്ക് ചെല്ല്. നിന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് നീ ചെന്ന് വാദിക്ക്, എന്നിട്ട് പുറത്തിറക്കിക്കൊണ്ട് വാ എന്നിങ്ങനെ പറയണം. രേവതിയുടെ മുഖം കോപത്താൽ ചുവക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ഞാൻ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് അമ്മ വരുന്നത്. വർഷയുടെ വീട്ടുകാരെ ഗുണ്ടകളെ വിട്ട് അടുപ്പിച്ചത് ഈ ശ്രുതിയുടെ ആളുകളാണ്. രേവതിയുടെ വാക്കുകൾ കേട്ട് ശ്രുതിയാണെങ്കിലും ഭയന്ന് വിറയ്ക്കും. ഇതെങ്ങനെ ഇവൾക്ക് മനസ്സിലായി എന്നാണ് ശ്രുതി അത്ഭുതത്തോടെ മനസ്സിൽ ചിന്തിക്കുന്നത്. ശ്രീകാന്ത് ആണെങ്കിലും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താ പറയുന്നത്? വർഷയുടെ വീട്ടുകാരെ അടിച്ചത് ശ്രുതി ഏട്ടത്തിയുടെ ആളുകളാണെന്നോ? അപ്പൊ രേവതി പറഞ്ഞു കൊടുക്കും, ഇവള് തന്നെയാ ഇതിന്റെ പിന്നില്. ശ്രുതി ഗുണ്ടകളെ പറഞ്ഞു വിട്ടിട്ട് വർഷയുടെ വീട്ടുകാരെ അടിപ്പിച്ചു. എന്നിട്ട് സച്ചിയേട്ടന്റെ പേര് പറഞ്ഞും കൊടുത്തു. എന്നാൽ ഇതറിയുന്ന രവീന്ദ്രൻ, അല്ല മോളെ, ശ്രുതിക്കും വർഷയുടെ വീട്ടുകാർക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ, പിന്നെന്തിനാണ് ശ്രുതി അവരെ അടിക്കാൻ പറഞ്ഞത്? രവീന്ദ്രൻ അങ്ങനെ സംശയത്തോടെ ചോദിക്കുമ്പോ, കാരണം ഉണ്ടാച്ചാ, സച്ചിയേട്ടനെ ശ്രുതിക്ക് ഇഷ്ടമല്ലല്ലോ. അദ്ദേഹം ജയിലിലായാൽ ശ്രുതിക്ക് സന്തോഷമാകും. സമാധാനത്തോടെ ഈ വീട്ടിൽ പിന്നെ താമസിക്കാനും പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവളിത് ചെയ്തത് എന്നിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് രേവതി. ഏതായാലും രേവതി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നറിയുന്ന ശ്രുതിയാണെങ്കിൽ, ഈശ്വര, ഇവൾക്ക് എങ്ങനെ ഇത് കൃത്യമായിട്ട് അറിയാം? നടന്നതുപോലെയാണല്ലോ ഇവൾ ഓരോന്നും പറഞ്ഞു തരുന്നത് എന്നിങ്ങനെ പരിഭ്രമത്തോടെ ചിന്തിക്കുകയാണ്. എന്നിട്ട് വലിയ കാര്യത്തില് നല്ലവളെ പോലെ അഭിനയിച്ചുകൊണ്ട് ശ്രുതി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുക. രേവതി, നിർത്ത്, ചുമ്മാ വായിൽ തോന്നിയത് വിളിച്ചു പറയാതെ. സച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ട്, ശരിയാണ്. എന്നാൽ അവനെ സ്റ്റേഷനിലാക്കാൻ ഞാൻ ഗുണ്ടകളെ ഒന്നും വിട്ടിട്ടില്ല. ഗുണ്ടകളെ വെച്ച് അവരെ അടിച്ചതൊക്കെ മോശപ്പെട്ട സംഭവങ്ങളല്ലേ? സച്ചി ജയിലിലായത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ, അവൻ ചെയ്ത തെറ്റുകൊണ്ട് തന്നെയാ. ശ്രുതി ഇതും പറഞ്ഞ് തർക്കിക്കുമ്പോ ശ്രുതിയാണെങ്കിലും ശ്രുതിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. രേവതി, നിന്റെ സച്ചി അല്ലെങ്കിൽ തന്നെ ഒരു ഗുണ്ടയാ. അവൻ അവരെ അടിച്ചെന്ന് പറയുമ്പോ എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. വർഷയുടെ അച്ഛനെ തോന്നിയതുപോലെ എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ടാവൻ. ഇപ്പൊ ഇത് ചെയ്തതും അവൻ തന്നെയാ. അതിന് നീ വെറുതെ എന്റെ ശ്രുതിയുടെ മേൽ പഴി ചാരാൻ വരണ്ട കേട്ടോ. രേവതി ആണെങ്കിലും വിട്ടുകൊടുക്കാതെ പറയുന്നുണ്ട്, ഞാൻ ആരുടെ മേലും പഴി ചാരിയിട്ടൊന്നുമില്ല. ഈ ശ്രുതി തന്നെയാണ് ഇങ്ങനെ ഒരു പണി ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നല്ല പിള്ള ചമയുന്നത്. എന്നിട്ടിപ്പോ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ? നീ എന്താടി ആലോചിക്കുന്നത്? നീ തന്നെ ഈ പണി ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ സംസാരിച്ചാലേ എന്റെ കൈ നിന്റെ കവളിൽ വീഴും.
അങ്ങനെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരാണെങ്കിലും വീട്ടിലേക്ക് എത്തുകയാണ്. അവര് വന്നിട്ട് ശ്രുതി ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏതായാലും പോലീസൊക്കെ വന്നത് കണ്ട രവീന്ദ്രനാണെങ്കിലും ദേഷ്യം സഹിക്കാനായില്ല, ശ്രുതിയോട് വന്ന് ശാസിക്കുന്നുണ്ട്. നീ എന്ത് പണിയായി ചെയ്തു വെച്ചിരിക്കുന്നത്? നീയാണോ ആളുകളെ വിട്ട് ഒരു കുടുംബത്തെ ആക്രമിക്കാനൊക്കെ പറഞ്ഞത്? ഇതിന് മാത്രം നീ വളർന്നോ? നീ എന്ത് മനുഷ്യ സ്ത്രീയാണ്? എന്തിനാ നീ അങ്ങനെ ചെയ്തത്? ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ തല താഴ്ത്തി നിൽക്കുക തന്നെയാ ചെയ്യുന്നത്. ഏതായാലും പോലീസുകാർ വന്ന് ശ്രുതിയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഇതും പറഞ്ഞ് ശ്രുതിയെ കൊണ്ടുപോകാൻ തുടങ്ങുന്നതും ശ്രുതിയുടെ നേരെ നോക്കി കരഞ്ഞുകൊണ്ട് പറയാം, ശ്രുതി നീ നോക്ക്, ഞാൻ നിനക്കും ആന്റിക്കും വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ ഒന്ന് രക്ഷിക്ക്. ആ സച്ചിയെ ജയിലിലാക്കണമെന്നായിരുന്നില്ലേ നിന്റെയും ആന്റിയുടെയും ഒക്കെ ആഗ്രഹം? ആ ആഗ്രഹമല്ലേ ഞാനിപ്പോ സാധിച്ചു തന്നത്. എന്നിട്ട് ഞാനിപ്പോ പ്രതിയായി. ഞാൻ എനിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത്. ചന്ദ്രയ്ക്കാണെങ്കിലും ശ്രുതി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് അറിയുമ്പോൾ ശ്രുതിയോട് വല്ലാത്ത ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. ശ്രുതിയെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുക, ഈ പൂ കെട്ടുന്നവള് പറഞ്ഞതെല്ലാം സത്യമാണോടി? അപ്പൊ ഇതിനകത്തിരുന്നിട്ട് വലിയ വലിയ ജോലികളാണല്ലോ നീയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷയുടെ വീട്ടുകാർ എന്ത് തെറ്റ് ചെയ്തിട്ടാടി അവരെ നീ അടിച്ചത്? ഇതിനൊക്കെ നിനക്ക് ആരാ ധൈര്യം തന്നെ? ഞാൻ ഇനി അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? നിന്നേക്കാൾ പണക്കാരുടെ കുടുംബമാണ് വർഷയുടേത്. വർഷയാണെങ്കിൽ ഇനി എന്ത് കരുതും? പോലീസുകാരൻ ഇതെല്ലാം കേട്ട് എനിക്ക് ശ്രുതിയെ കൊണ്ടുപോയേ പറ്റൂന്ന് പറയുന്നതും, കൊണ്ടുപോയിക്കോ സാറേ, അല്ലെങ്കിൽ ഇവളെ പോലെ ഒരു മരുമകളെ ഇനി എനിക്ക് വേണ്ട. എന്നാൽ ചന്ദ്ര അത് പറഞ്ഞു തീരും മുമ്പേ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സച്ചി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് കടന്നു വരികയാണ്. സച്ചി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കോപത്തോടെ പറയുകയാണ്, എടി പാർലറേട്ടെത്തി, എന്തൊരു വലിയ കള്ളത്തുരാ നീ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ മാറി നിന്ന് ആസ്വദിക്കുകയായിരുന്നല്ലേ. എന്നെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ ഞാൻ നിന്നെ വെറുതെ വിടലെന്ന് പറഞ്ഞതാ. ഇതേ സമയം രേവതിയും ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് രേവതി വികാരഭരിതയായിട്ട് സംസാരിക്കുകയാണ്. അമ്മേ, നിങ്ങൾ പ്രസവിച്ച മകൻ തന്നെയല്ലേ ഈ സച്ചിയേട്ടൻ? അദ്ദേഹം ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ സച്ചിയേട്ടനെ പഴിചാരി സംസാരിച്ചു. ഇപ്പൊ കണ്ടില്ലേ അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നു. ആരാണ് ഈ പണി ചെയ്തതെന്ന് നോക്ക്. ഇപ്പോൾ എന്ത് മറുപടിയാ അമ്മയ്ക്ക് പറയാനുള്ളത്? തുടർന്ന് സച്ചിയും പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് അമ്മയുടെ മനസ്സിൽ രേവതിക്ക് ഒരു വേലക്കാരിയുടെ സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീടിന്റെ അന്തസ് അനുസരിച്ച് അവൾക്ക് ജീവിക്കാൻ അമ്മ ഒരിക്കലും അവളെ അനുവദിച്ചിട്ടില്ല. പക്ഷേ എനിക്കിത് സഹിക്കാനാവില്ല. മാത്രമല്ല, ഈ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എത്രയോ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനം അവര് തന്നെ എന്നെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നു. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ അച്ഛാ ചെയ്തത്? ചെറിയ വയസ്സ് മുതലേ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നു അത് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. ഓരോ തവണയും എന്നെ ആരോ പ്രസവിച്ച കുട്ടിയെ പോലെയാ അമ്മ കാണുന്നത്. എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയ പ്രായത്തിലേ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നാൽ അതും എനിക്ക് വേണ്ടിയല്ല, ആർക്ക് വേണ്ടിയാണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു കൊടുത്താ അമ്മ ചിലപ്പോൾ എന്നെ സ്നേഹിക്കുമായിരിക്കും. എന്നാൽ അച്ഛൻ അത് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മ എന്നെ ഇനിയും ഒരു തെറ്റുകാരനെ പോലെ തന്നെ കണ്ടോട്ടെ. ഇവരൊരു ദിവസം പോലും എന്റെ അടുത്ത് മര്യാദയോടെ പെരുമാറിയിട്ടില്ല. പാവം രേവതി മാത്രമാണ് അമ്മ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും എനിക്ക് വേണ്ടി നിൽക്കാനുണ്ടായിരുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കുറ്റവാളി ആരെന്ന് കണ്ടുപിടിച്ച് എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയതെല്ലാം എന്റെ രേവതിയാ. എന്നാൽ അവളെ ഇത്രയും നാള് ഒരു വേലക്കാരിയെ പോലെയാണ് അമ്മ കണ്ടത്. ഇനി മതി അച്ഛാ, എനിക്ക് വേണ്ടി രേവതി ഈ വീട്ടിൽ ഇനി ഒന്നും സഹിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇനി ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി മേലിന് പഴി കേൾക്കാനും അടി വാങ്ങാനും രേവതിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അവൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ ഈ വീട്ടിൽ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. വാ രേവതി എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ കൈ പിടിച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അതേസമയം പോലീസുകാരാണെങ്കിൽ ശ്രുതിയെ വിലങ്ങ് വെച്ച് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നുമുണ്ട്. പോലീസ് ജീപ്പിന്റെ വാതിൽ കൊട്ടിയടച്ചപ്പോ അത് ശ്രുതിയുടെ ക്രൂരതയുടെ അധ്യായം അവസാനിച്ചതിന്റെ സൂചനയാണ് കാണിക്കുന്നതെങ്കിൽ സച്ചിയും രേവതിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പുതിയൊരു ജീവിതവും അവിടെ ആരംഭിക്കുകയാണ്.